തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാസപ്പ, വൈദ്യുതിയും മിന്നലും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ, പറയൂ. അല്ല, കുസൃതി ചോദ്യമാണ്. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. വൈദ്യുതിയും മിന്നലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേഗം പറ. ഫിസിക്കലാണ്. അല്ല, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അത്രയ്ക്ക് ലോജിക്കായിട്ടൊന്നും ചിന്തിക്കണ്ട. കുസൃതി ചോദ്യത്തിന് ആ രീതിയിൽ കണ്ടാൽ മതി. എർത്ത് ആൻഡ് കറണ്ട് ഉത്തരത്തിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഉത്തരമായിട്ടില്ല കേട്ടോ പ്രസാദേ. ബിന്ദു രാജേഷ് അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞല്ലോ ബിന്ദുക്കുട്ടി. മിന്നൽ മുകളിൽ, അതൊന്നും അല്ല. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാ. വൈദ്യുതിയും മിന്നലും തമ്മിലുള്ള വ്യത്യാസം. 500 രൂപ. ഈ കുസൃതി ചോദ്യമല്ലേ, 500 രൂപയൊന്നുമില്ല. വേണമെങ്കിൽ ഗിഫ്റ്റ് തരാം. ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. മിന്നൽ മുകളിൽ ചോദ്യത്തിൻ്റെ പോടാ അവിടുന്ന്. ഞാൻ പറയട്ടെ, വൈദ്യുതി താഴെയും മിന്നലും മുകളിലും, അതാണോ ഉദ്ദേശിച്ചത്? അതൊന്നും അല്ല. ഞാൻ പറയാം. എടാ പൊട്ടന്മാരെ, കുസൃതി ചോദ്യമല്ലേ, അപ്പം അതനുസരിച്ചാണ് ചിന്തിക്കാൻ. വൈദ്യുതിക്ക് നമ്മൾ മാസം ബില്ലടയ്ക്കണം, പക്ഷെ മിന്നലിന് നമ്മൾ ബില്ലടയ്ക്കണ്ടല്ലോ പൊട്ടന്മാർ. ഇലക്ട്രിസിറ്റി. അതെ, അതന്നെ ആൻസർ. നീ കറക്റ്റായിട്ട് പറഞ്ഞില്ല. ബില്ല് അടയ്ക്കണ്ട എന്ന് പറയണം. മിന്നൽ ഈസ് ദ വേൾഡ്, വൈദ്യുതി ഈസ് ദ കേസ്. അതെ, ഞാൻ എഴുതി വെച്ചിരിക്കുക കണ്ട. നീ എവിടെ പോയതാ? ഇനി എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവേ. ഭയങ്കര എളുപ്പമുള്ളതാണേ. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി താഴോട്ട് പോകും, അപ്പോൾ മഴ പെയ്യുമ്പോൾ മുകളിലോട്ട് പോകുന്നത് എന്താണ്? കോള് വന്നോ? ശരിയടാ, ശരി. ഇതിൻ്റെ ആൻസർ പറ. മഴ പെയ്യുമ്പോഴും മഴത്തുള്ളി താഴോട്ട് പോകും, അപ്പം മഴ പെയ്യുമ്പോഴും മുകളിലോട്ട് പോകുന്നത് എന്താണെന്ന് പറ. കാറ്റാ? അല്ല, അതല്ല. കാറ്റല്ല കേട്ടാ. ഇതൊന്നും അല്ല ഉത്തരം. ഗൗരിക്കുട്ടി തെറ്റാ. ഇതൊന്നുമല്ല. നമ്മളെല്ലാവരും, ക്ലൂ തരാം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ കാക്കയോ? കാക്ക എന്നാ ഉത്തരവാടാ ഇത്? ഇടപെട്ടന്മാരെ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ക്ലൂ തരാൻ പറ്റത്തില്ല. ഞാനും വരാൻ, ടുഗദർ വരാനാ. ഇനിയിപ്പോൾ എങ്ങനെയാടാ അത് വരിക? പോപ്പി. കറക്റ്റ്. നമ്മുടെ ആരാണ് അവൻ ഉത്തരം മുഴുവൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരുത്തനെ ബ്ലോക്ക് ചെയ്യാൻ സമയമായിട്ടോ. എന്താണ് അല്ലു, വിഷ്ണു പറഞ്ഞത് ശരിയാ, പോപ്പിക്കൊട. എടാ ഇനിയിപ്പോ എങ്ങനെയാടാ വരിക ടുഗദർ? ഇതൊക്കെ എങ്ങനെയാ തരാ? എനിക്കറിയില്ലല്ലോ.
ശരിയാണ്.